അമ്മേ ശരണം, ദേവീ ശരണം. കർണാടക സംസ്ഥാനത്തിൽ ഉടുപ്പി ജില്ലയിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം. മൂകാംബിക ദേവി മാതൃരൂപത്തിലാണ്. മഹാകാളി, മഹാലക്ഷ്മി, സരസ്വതി ഐക്യരൂപിണിയായ ആദിപരാശക്തിയാണ് മൂകാംബിക അമ്മ. അമ്മ ഇവിടെ എങ്ങനെ വന്നു എന്ന കഥ പറയാം. ഒരിക്കൽ ഹംഹാസുരൻ എന്നു പേരായ ഒരു അസുരൻ ഉണ്ടായിരുന്നു. അമരത്വം നേടുവാനായി പരമശിവനെ പ്രാർത്ഥിച്ച് ശക്തി നേടിയിരുന്നു. ദേവന്മാരും സപ്തമഹർഷിമാരും ഈ അസുരൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ കുടജാദ്രിയിൽ മഹാരണ്യപുരത്ത് ഒളിച്ചിരുന്നു. സപ്തഋഷികൾ ഈ അസുരൻ്റെ അന്ത്യം കാണുവതിനായി ഒരു യജ്ഞം ആരംഭിച്ചു. ഗുരു ശുക്രാചാര്യൻ ഹംഹാസുരനെ വധിക്കുന്നത് ഒരു സ്ത്രീ ആയിരിക്കുമെന്ന് അസുരനെ അറിയിച്ചു. ഹംഹാസുരൻ ഈ വരം തിരുത്തുവാനായി പരമശിവനെ ധ്യാനിച്ച് തപസ്സു ചെയ്തു. പരമശിവൻ ഹംഹാസുരനിൽ പ്രത്യക്ഷമായി. വാഗ്ദേവിയുടെ ചൈതന്യത്താൽ പരാശക്തി ലോകരക്ഷയായി അസുരനെ മൂകനാക്കി മാറ്റി. പിന്നെ ഈ അസുരൻ മൂകാസുരൻ എന്ന് അറിയപ്പെട്ടു. പിന്നീട് മൂകാസുരൻ യജ്ഞത്തെയും ദേവീഭക്തന്മാരെയും ശല്യം ചെയ്തു. അതിനാൽ കോലമഹർഷി പാർവതീദേവിയെ ധ്യാനിച്ച് സഹായം തേടി. പാർവതീദേവി ത്രിമൂർത്തികളുടെയും ദേവന്മാരുടെയും ശക്തികൾ ചേർത്ത് പരാശക്തി രൂപത്തിൽ മൂകാസുരനെ വധിച്ച് മോക്ഷം കൊടുത്തു. അതോടെ ദേവി മൂകാംബിക ദേവി എന്ന് അറിയപ്പെട്ടു. കോലർഷി ധ്യാനിച്ച് ഈ സഹായം അരുളിയ ഈ ശക്തി പരശുരാമനാൽ നിർമ്മിച്ച ക്ഷേത്രത്തിൽ സ്വയം ഉത്ഭവ ജ്യോതിർലിംഗത്തിങ്കിൽ ചേർന്നു. അങ്ങനെ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ജഗൽഗുരു ആദിശങ്കരാചാര്യർക്ക് കുടജാദ്രി മലമുകളിൽ ദേവി ചൈതന്യം അനുഭവമായി. ധ്യാനത്തിലിരുന്ന ശ്രീ ശങ്കരാചാര്യർ ആദിപരാശക്തി അമ്മയെ ദർശിച്ചു. അമ്മ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കുവാനായി തയ്യാറായി. ദേവി സരസ്വതിയുടെ അമ്പലം കേരളത്തിൽ എവിടെയും ഇല്ല എന്ന് അമ്മ തൻ്റെ കൂടെ കേരളത്തിൽ വരണമെന്നും അപേക്ഷിച്ചു. ശങ്കരാചാര്യരുടെ ഭക്തിയാൽ അമ്മ സന്തുഷ്ടയായി. അമ്മ പറഞ്ഞു, മുന്നിൽ നടന്നോളൂ, ഞാൻ പിന്നാലെയുണ്ട് എന്ന്. എന്നെ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ അവിടെ ഉപവിഷ്ടതയാവും എന്നും പറഞ്ഞു. സൗപർണിക നദിയുടെ തീരത്തെത്തിയപ്പോൾ കൊലുസിൻ്റെ ശബ്ദം കേൾക്കാതെയായി. അറിയാതെ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി. അങ്ങനെ അമ്മ അവിടെ ഉപവിഷ്ടതയാവുകയും പരാശക്തിയോടെ ശങ്കരാചാര്യർ മനസ്സുരുകി ധ്യാനിച്ചു. മനസ്സലിഞ്ഞ ദേവി ശങ്കരാചാര്യരോട് അരുളി ചെയ്തു, നിർമാല്യ സമയത്ത് ഞാൻ ചോറ്റാനിക്കരയിൽ വരുമെന്നും അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ വരുമെന്നും പറഞ്ഞു. ശങ്കരാചാര്യർ ദേവി പറഞ്ഞതനുസരിച്ച് പഞ്ചലോഹത്താൽ ദേവിയുടെ വിഗ്രഹം ശ്രീചക്രത്തിൽ മുകളിൽ ഉത്ഭവലിംഗത്തിൻ്റെ പുറകിലായി പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് മൂകാംബിക ക്ഷേത്രം ഉണ്ടായത്. അമ്മേ ശരണം, ദേവീ ശരണം.